എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇരുമ്പം പുളി വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇരുമ്പം പുളി നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയം ഉണ്ട് എന്നെനിക്കറിയില്ല. ഇരുമ്പം പുളിയും മീനും ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ നാട്ടിൽ വളരെ എല്ലാ വീടുകളിലും മിക്കപ്പോഴും വെക്കുന്ന ഒരു കറിയാണ് ഇരുമ്പം പുളി മീൻ ഇട്ട കറി. ഇരുമ്പം പുളി വെച്ചുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇരുമ്പം പുളിയിൽ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് ഇതൊരു ഔഷധമായിട്ടും ചിലരൊക്കെ പറയുന്നുണ്ട്. പഴയമക്കാർ ഇതിനെ ഒരു ഔഷധമായിട്ടും കാണുന്നുണ്ട്. ഇതിന് ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാനും ബ്ലഡ് പ്രഷർ ലെവൽ മാനേജ് ചെയ്യാനും കാർഡിയാക് മസിൽസിനെ റിലാക്സ് ചെയ്യാനും തക്ക കമ്പോണൻസ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വിറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ കഫ് കോൾഡ് പിന്നെ സോർ ത്രോട്ട് എന്നിവ ഭേദപ്പെടുത്താനും ഇത് സഹായിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വിറ്റമിൻ സി കാൽഷ്യം മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, പ്രോട്ടീൻ, വിറ്റമിൻ എ എല്ലാം ഉള്ളതുകൊണ്ട് ഇരുമ്പൻ പുളിയുടെ പൾപ്പ് തേനുമായി ചേർത്ത് ഫേസ് പാക്കായി ഉപയോഗിച്ചാൽ ഡാർക്ക് സ്പോട്ട്സ്, സ്കാർ, പിമ്പിൾ, പിന്നെ ഗ്ലോയിങ് സ്കിന്ന് എന്നിവയ്ക്കൊക്കെ സഹായിക്കും എന്ന് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതൊന്നും കറിയായി പിന്നെ നമ്മുടെ അച്ചാറുകളായി ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇതുകൊണ്ട് കഴിച്ചിട്ടുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ ഞങ്ങളുടെ നാട്ടിലെല്ലാം ഇത് ഒരുപാട് അവൈലബിളാണ്. പിന്നെ നാട്ടിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം മിസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത്തവണ നമ്മുടെ ഇരുമ്പൻപുളി മരത്തിൽ വളരെ കുറച്ച് കായ്കളെ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ദാ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതാണ് ഇരുമ്പൻ പുളി. ഇത് കാണാത്തവർക്ക് മാത്രം വേണ്ടി ഞാൻ പറയുന്നതാണ്. ടൗണിലുള്ളവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. അപ്പോൾ വേണ്ട പുളി മാത്രം നമ്മൾ പറിച്ചെടുത്തു. അത് കഴുകി വൃത്തിയാക്കി 4 നെടുകെ കീറി വെച്ചു. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക് 3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞത്. ഇത് 4ഉം നമ്മൾ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അയലയാണ്. നല്ല ഫ്രഷ് അയലയായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയായി മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട 2ാം പാല് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: 1ാം പാല്, മുറിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളി. ഇതെല്ലാം നമ്മൾ മൺചട്ടിയിലാണ് മീൻകറി എപ്പോഴും വെക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് അതിനകത്ത് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 3 പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എരിവ് കറക്റ്റായിരിക്കും. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കാവൂ. കാരണം ഇതിനകത്തോട്ട് 2ാം പാലിലാണ് ഇത് വേവേണ്ടത്. ഒരു തിള വന്നതിന് ശേഷം 2ാം പാൽ ഒഴിച്ച് 2ാം പാലിലാണ് ഇത് വേവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുക. അതിന് ശേഷമാണ് നമ്മൾ 2ാം പാൽ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു.
നിങ്ങളുടെ എത്ര പേർക്ക് ഇരുമ്പൻ പുളിയെക്കുറിച്ച് അറിയാമെന്നറിയില്ല. എന്താണ് നിങ്ങളുടെ നാട്ടിൽ ഇരുമ്പൻ പുളി എന്നുള്ളതിനെ പറയുന്നത് എന്നുകൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു, വെള്ളമൊഴിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു തിള വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മീൻ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഒന്ന് കൂടെ തിളയ്ക്കുമ്പോൾ ഒന്നുകൂടെ ആ മസാലയിൽ കിടന്ന് ഒന്ന് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മീൻ ചേർത്തിട്ടേ ഉള്ളൂ, തേങ്ങാപ്പാൽ ഇപ്പോഴും ചേർത്തിട്ടില്ല. അപ്പോൾ മീൻ ഇങ്ങനെ ഓരോന്ന് ഇട്ട് പതുക്കെ ചെറുതായി, ഇരുമ്പൻ പുളി ഒത്തിരി അങ്ങനെ ഉടഞ്ഞു പോകുന്ന ഒരു വെജിറ്റബിൾ അല്ല എങ്കിൽ കൂടി ചെറുതായി ജസ്റ്റ് ഒന്ന് ഇളക്കി, അത് ആവശ്യത്തിന് വെള്ളമേ അതിനകത്തുള്ളൂ, അത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ അത് വെന്തു, ഒന്ന് ജസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ചേർക്കുകയാണ്. രണ്ടാം പാൽ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒത്തിരി എന്താ പറയുക, വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തവി കൊണ്ട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് അടച്ചു വെച്ച് നമുക്ക് വേവുന്നത് വരെ നോക്കിയിരിക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം വളരെ ഹാപ്പിയായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടാം പാലിൽ കിടന്ന് വെന്ത് അതിന് ശേഷം നമ്മളുടെ ഒന്നാം പാൽ ഇനി ഒഴിക്കണം. അപ്പോൾ നമ്മളുടെ മീൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നാം പാൽ ചേർക്കുകയാണ്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അരപ്പ് ചേർത്ത് തിളക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പുറത്തെ ഒരു അടുപ്പ് കത്തിച്ച് നമുക്ക് താളിച്ചിടാനുള്ള എണ്ണ ഒഴിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് താളിച്ചിടാനുള്ള എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ പാൻ ചൂടായി നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഉലുവയാണ് ചേർക്കുന്നത്. മീൻ കറിക്കും മോരുകറിക്കുമൊക്കെ നമ്മൾ ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉലുവ ചേർത്തു. ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിനകത്തോട്ട് ചേർത്ത്, അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ഈ ചുമന്നുള്ളി താളിച്ചിടുമ്പോൾ അതിന് വല്ലാത്തൊരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടു. അത് ബ്രൗൺ കളറാകുന്നിടം വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കറിവേപ്പിലയിട്ട് ചെറിയ ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി കൂടി ചേർത്ത് നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിക്കുകയാണ്. എപ്പോഴും ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നത് പോലെ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് പാർട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഭാഗത്തെ. ഇത് താളിച്ചിടുമ്പോൾ ഉള്ള ഒരു സ്മെല്ല്, നമ്മുടെ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഒരു സ്മെല്ല്, അത് ഞാനെപ്പോഴും മിസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.